പ്രതീക്ഷിച്ചതിലും നേരത്തെ എത്തിയ കാലവർഷം ഇടുക്കി ജില്ലയിൽ കാർഷിക മേഖലയ്ക്ക് ഉണ്ടായത് വൻ നാശമാണ്. വാഴ കർഷകർക്കാണ് കനത്ത കാറ്റും മഴയും അധികവും നാശനഷ്ടം വരുത്തിയത്. കാലവർഷം എത്തും മുമ്പ് വിളവെടുപ്പ് നടത്താൻ ലക്ഷ്യമിട്ടിരുന്ന പല കർഷകർക്കും നേരത്തെ എത്തിയ മഴ വിനയായി. മഴയ്ക്കൊപ്പം വീശിയടിച്ച കാറ്റാണ് വില്ലനായത്. കഴിഞ്ഞ ഏതാനും ദിവസമായി പെയ്യുന്ന ശക്തമായ മഴയിൽ ജില്ലയിൽ കർഷകർക്ക് വലിയ തോതിൽ കൃഷിനാശം സംഭവിച്ചിട്ടുണ്ട്. തന്നാണ്ട് വിളകളാണ് അധികവും നശിച്ചത്. വാഴ കർഷകർക്കാണ് അധികവും നഷ്ടമുണ്ടായിട്ടുള്ളത്. അടിമാലിയിലടക്കം വിവിധയിടങ്ങളിൽ വാഴകൃഷി വലിയ തോതിൽ നശിച്ചു. കാലവർഷം എത്തും മുൻപ് വിളവെടുക്കാൻ നടത്താൻ ലക്ഷ്യമിട്ടിരുന്ന പല കർഷകർക്കും നേരത്തെ എത്തിയ മഴ വിനയായി. ജൂൺ മാസത്തിലെ മഴയെത്തുന്നുവെന്ന പ്രതീക്ഷയായിരുന്നു കർഷകർക്കുണ്ടായിരുന്നത്. എന്നാൽ നേരത്തെ എത്തിയ കാലവർഷം കർഷകരുടെ പ്രതീക്ഷകൾ തെറ്റിച്ചു. കാറ്റ് ഒടിച്ച് നാശമാക്കിയിട്ടിരിക്കുന്ന അവസ്ഥയാണ്. മൊത്തത്തിൽ ദുരിതത്തിലേക്കാണ് വന്നേക്കുന്നത്. 48 രൂപ ഉണ്ടായിരുന്നത് ഈ കഴിഞ്ഞ ആഴ്ച 38 രൂപ. നാളെ അത് 25 രൂപയിലേക്ക് വരും. കാരണം ഇത് എടുക്കാൻ കച്ചവടക്കാർക്ക് ബുദ്ധിമുട്ടുണ്ട്. മഴയ്ക്കൊപ്പം വീശിയടിച്ച കാറ്റാണ് ഏത്തവാഴ കൃഷിയെ പ്രതികൂലമായി ബാധിച്ചത്. ഒടിഞ്ഞു വീണ ഏത്തവാഴകളിൽ നിന്നും മൂപ്പത്താത്ത വാഴക്കൊലകൾ വെട്ടി വിപണിയിലെത്തിച്ച് ഉണ്ടായ നഷ്ടത്തിന്റെ ആഘാതം കുറയ്ക്കാനുള്ള ശ്രമത്തിലാണ് കർഷകർ. ഏത്തക്കായ്ക്ക് വിലയിടിയുന്ന സ്ഥിതിയുമുണ്ട്. വിളവെടുപ്പിന് ഭാഗമായ ഏത്തക്കൊലയൊന്നിന് ശരാശരി 300 രൂപയ്ക്കടുത്ത് കർഷകർക്ക് ഉൽപാദന ചെലവ് വരുന്നുണ്ട്. കർഷകർ പലരും വായ്പയെടുത്ത് പാട്ടവ്യവസ്ഥയിലാണ് ഏത്തവാഴ കൃഷി ഇറക്കിയിരുന്നത്. ഉണ്ടായ നഷ്ടത്തിനർഹമായ ധനസഹായം ഏത്തവാഴ കർഷകർക്ക് ലഭിച്ചില്ലെങ്കിലും വലിയ കടക്കണിയിലേക്ക് നീങ്ങുന്ന സ്ഥിതിയുണ്ടാകുമെന്ന് കർഷകർ പറയുന്നു. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.